രാഹുൽ ഗാന്ധി നടത്തിയ സമരത്തിനൊടുവിൽ ജന്തർ മന്ദിറിൽ നടന്ന പെല്ലറ്റ് ആക്രമണത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല എന്നായിരുന്നു സർക്കാരിന്റെയും പോലീസിന്റെയും ഇതുവരെയുള്ള വാദം. എഫ്ഐആറിനപ്പുറത്തേക്ക് തുടർ നടപടികളുമായി പോലീസിന് നീങ്ങുമോ എന്നതാണ് നിർണായകം. അന്വേഷണ പുരോഗതി കോൺഗ്രസ് കൃത്യമായി പരിശോധിക്കും. രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ സമരവും വിജയവും വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ കോൺഗ്രസിന് നൽകിയിട്ടുള്ളത് വലിയ ഊർജ്ജമാണ്. ആദിൽ പാലോടാണ് വിവരങ്ങളുമായി ചേരുന്നത്. അതിൽ എന്തായാലും രാഹുൽ ഗാന്ധി ഇന്നലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ വിദ്യാർത്ഥികൾക്കൊപ്പം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. ആ കാഴ്ച കണ്ടു. നാടകീയ രംഗങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത്. എന്തായാലും ആ പ്രതിഷേധം വിജയിച്ചിരിക്കുന്നു. പക്ഷെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആരാണ് ഇതിൽ കുറ്റക്കാർ എന്ന് എഫ്ഐആറിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ തുടർ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്. തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയും ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നൽകിയിരിക്കുന്ന വിദ്യാർത്ഥിയുടെ പരാതിക്ക് പുറമെ കൂടുതൽ വിദ്യാർത്ഥികളെ കൊണ്ട് പരാതി നൽകിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒരാൾക്ക് മാത്രമല്ല പെല്ലറ്റ് കൊണാട്ട് പ്ലേസിൽ വെച്ച് ഏറ്റിരുന്നത്. മാർച്ച് നടക്കുമ്പോൾ പാർലമെന്റ് മാർച്ച് CJP പ്രഖ്യാപിച്ച മാർച്ചിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നു. അവിടുത്തെ നിന്ന് കുറച്ചധികം ആളുകൾക്ക് പെല്ലറ്റ് ഏൽക്കുന്നതാണ് അന്ന് സംഭവിച്ചത്. അതിൽ ഒരാൾ മാത്രമാണ് രാഹുൽ ഗാന്ധിക്കൊപ്പമെത്തി പരാതി നൽകിയത്. ഇനി കൂടുതൽ പേർ പരാതികളുമായി രംഗത്തെത്തും എന്ന സൂചന ലഭിക്കുന്നു. ഒപ്പം തന്നെ ക്രൂരമായി പരിക്കേറ്റ ആളുകൾ, പോലീസിന്റെ അതിക്രമത്തിൽ അപമാനിക്കപ്പെട്ട പെൺകുട്ടികൾ, ഇവരൊക്കെ കൂടുതൽ പേർ പരാതികളുമായി പോലീസിനെ സമീപിക്കാനുള്ള നീക്കം, അതൊരു മാസ് മൂവ്മെന്റായി തന്നെ കോൺഗ്രസ് ആസൂത്രണം ചെയ്യാനുള്ള നീക്കം നടത്തുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ എഫ്ഐആറിൽ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതും കോൺഗ്രസ് നിരീക്ഷിക്കും. ആവശ്യമെങ്കിൽ ഇടപെടും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇന്നലെയുണ്ടായ നാടകീയ നീക്കങ്ങളും ഒടുവിൽ സമരത്തിലെ വിജയവുമെല്ലാം കോൺഗ്രസിന് വലിയ ഊർജ്ജം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദില്ലി പോലീസ് ഇത്തരം സമരങ്ങളോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് മുമ്പ് മുതൽ സ്വീകരിക്കുക. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലാകട്ടെ ഒടുവിൽ വഴങ്ങേണ്ടി വന്നു കേന്ദ്ര സർക്കാരിന്. വിശദമായ ചർച്ചകൾ ആഭ്യന്തര മന്ത്രാലയവുമായുള്ള പലതരത്തിലുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ്, വിലയിരുത്തലുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. ഇത് വലിയ വിജയമായി തന്നെ കോൺഗ്രസ് കാണുന്നു. ഇതേ ഊർജ്ജത്തിൽ സമര നടപടികളുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും എഫ്ഐആറിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പൊതുവിൽ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. ശരി, വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.